ഞാൻ ഒരു MLA ആയി പ്രതിനിധിത്വം ചെയ്യുമ്പോൾ പിണറായിയുടെ കാണുക, അദ്ദേഹത്തിൻ്റെ ഒരു ആശീർവാദം മേടിക്കുക എന്നുള്ളത് ഒരു ന്യായമായ കാര്യമായിട്ടാണ് ഞാൻ കണ്ടത്. തളിപ്പുറം മണ്ഡലം ഉണ്ടായ കാലം മുതൽ LDF അല്ലാതെ മറ്റാരും ജയിച്ചിട്ടില്ല. അവിടെ MV ഗോവിന്ദൻ മാഷ് MLA അവിടെ മത്സരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 92,000 ചില്ലറ വോട്ടാണ്. ആ 92,000 വോട്ട് എവിടെ പോയി? UDFന്റെ വോട്ടാണോ അത്? അദ്ദേഹത്തിന് കറകളഞ്ഞ LDF വോട്ടല്ലേ കിട്ടീന്. MV ഗോവിന്ദൻ മാഷക്ക് ഒരു UDF വോട്ടും കിട്ടില്ല. LDFന്റെ വോട്ടല്ലേ കിട്ടി. 92,000 വോട്ട് കിട്ടിയിട്ടില്ലേ? ആ വോട്ട് ഇന്ന് എത്രയായി ചുരുങ്ങി? അവിടെയല്ലേ കാണേണ്ടത്. അത് 78,000 ചുരുങ്ങിയില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് പറയുന്നത് പരാജയത്തിൽ നിന്ന് ജാള്യത മറച്ചു വെക്കാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യപ്രതിജ്ഞ ചെയ്തു തളിപ്പറമ്പിന്റെ MLA എന്ന ഔദ്യോഗിക MLA ആയല്ലേ സത്യപ്രതിജ്ഞ ചെയ്തതോടുകൂടി? തീർച്ചയായിട്ടും സത്യപ്രതിജ്ഞയോടെയാണല്ലോ MLA ആവുന്നത്. ഇതുവരെ നിയുക്ത MLA അതെ. ഇപ്പോൾ പലരും ഉറ്റുനോക്കിയിരുന്ന ഒരു സീനുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അടുത്തേക്ക് താങ്കൾ പോകുമോ, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമോ എന്നൊക്കെ പലരും ഉറ്റുനോക്കിയിരുന്നു. അത് കണ്ടു. എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ അടുത്ത് പോയി കൈ കൊടുത്തിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി? പിണറായി വിജയൻ ഇവിടുത്തെ CPMന്റെ ഏറ്റവും ടോപ്പ് ലീഡറാണല്ലോ. മാത്രമല്ല പിണറായി വിജയനും ഞാനും തമ്മിൽ ഒട്ടേറെ വർഷത്തെ ബന്ധമുണ്ട്. ഇപ്പോഴല്ലേ ഞാൻ LDF UDFന്റെ ഭാഗമായിട്ടുള്ളത്. ഇതിനു മുമ്പ് പിണറായിയായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയ ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഒരു MLA ആയി പ്രതിനിധിത്വം ചെയ്യുമ്പോൾ പിണറായിയുടെ കാണുക, അദ്ദേഹത്തിൻ്റെ ഒരു ആശീർവാദം മേടിക്കുക എന്നുള്ളത് ഒരു ന്യായമായ കാര്യമായിട്ടാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പിണറായിൻ്റെ അടുത്ത് പോയത്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ കൈ കൊടുത്ത? ഇല്ല, അദ്ദേഹം വളരെ സ്നേഹത്തോടെ കൈ തന്നു. വേറെ ഒന്നും കണ്ടായില്ല. വളരെ സ്നേഹത്തോടെ കൈ തന്നു. സംസാരിച്ചൊന്നുമില്ല? ഇല്ല, സംസാരിച്ചിട്ടില്ല. ഇനി തളിപ്പറമ്പുകാർക്ക് ഇപ്പോൾ എന്താ പറയുക, മുൻ നേതാവാണ് അവിടുത്തെ CPMമാരെ സംബന്ധിച്ച്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇടയ്ക്ക് പലതരത്തിൽ കായികമായി നേരിടാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായി. അത്തരം കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല എന്ന്? അല്ല, അതൊന്നും ഉണ്ടാവില്ല. അതുണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം എൻ്റെ ചിന്താഗതി പാർട്ടിയിലാകെയുള്ളൊരു ചിന്താഗതിയാണ്. പാർട്ടിയിലാകെയുള്ള ഒരു ചിന്താഗതിക്ക് രൂപം കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ പാർട്ടിൻ്റെ ആളുകളല്ലേ എന്നെ അറ്റാക്ക് ചെയ്യേണ്ടത്. അവരെല്ലാം മനസ്സിലുള്ളതല്ലേ ഞാൻ അതിനു വേണ്ടിയിട്ടില്ല ഞാൻ നിന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിലപാടൊന്നും പാർട്ടിയുടെ സഹകരണ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ്. മാത്രമല്ല ഞാനിപ്പോൾ എല്ലാ പാർട്ടിക്കാരെയൊക്കെ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമാരെയൊക്കെ ഞാൻ വിളിച്ചു. അവരൊക്കെ തന്നെ എന്നോട് സഹകരിക്കാനുള്ള സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ബഡ്ജറ്റിൽ വരുമ്പം പല കാര്യങ്ങളും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ഉൾപ്പെടുത്തേണ്ട കാര്യത്തെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ട് ഞാൻ ആലോചിച്ചു, പാർട്ടി ആളുകളുമായിട്ട് ആലോചിച്ചു. അവരൊക്കെ തന്നെ അതിനോട് സഹകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സഹകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അണികളൊക്കെ തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ? അങ്ങനെ ഒരാവശ്യമില്ല. അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടാൽ തിരിച്ചു പാർട്ടി CPM മറ്റു പാർട്ടിനെ പോലല്ലോ അങ്ങനെ എളുപ്പം പോവുകയും വരികയും ചെയ്യാൻ പറ്റുന്നല്ലോ. ഇനി അങ്ങനെ തിരിച്ചുപോക്കിന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുമില്ല. നിങ്ങളല്ലേ ഉള്ളൂ. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തി വലിയ വിമർശനം നേരിട്ട സമയത്ത് അത് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ നേതാക്കൾ ഇങ്ങനെ പോവില്ല എന്ന് വിമർശിച്ച സമയത്ത് MV ഗോവിന്ദൻ പറഞ്ഞൊരു മറുപടി, TK ഗോവിന്ദന് തളിപ്പറമ്പിൽ UDF ഇത്തവണ വിജയിക്കുമെന്ന് അറിയാമായിരുന്നു. പാർട്ടി ഒരു സർവേ അതിനു മുമ്പ് നടത്തി. 87,000 വോട്ടാണ് LDFന് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 1,17,000 വോട്ട് പാർട്ടിയുടെ എതിർവിഭാഗത്തിനുണ്ടായിരുന്നു. ഇതറിഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ നീക്കമാണ്. പാർട്ടിക്കൊപ്പം നിന്ന സമയത്ത് തന്നെ സണ്ണി ജോസഫുമായും PK കുഞ്ഞാലിക്കുട്ടിയുമായും താങ്കൾ സംസാരിച്ചിരുന്നു, ഒരു വിശദീകരണം കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കും. അത് MV ഗോവിന്ദൻ മാഷ് അങ്ങനെ പറയുന്നത് തൻ്റെ ഭാര്യയുടെ പരാജയത്തിന് ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി പറയുന്നതാണ്. തളിപ്പുറം മണ്ഡലം ഉണ്ടായ കാലം മുതൽ LDF അല്ലാതെ മറ്റാരും ജയിച്ചിട്ടില്ല. അവിടെ MV ഗോവിന്ദൻ മാഷ് MLA അവിടെ മത്സരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 92,000 ചില്ലറ വോട്ടാണ്. ആ 92,000 വോട്ട് എവിടെ പോയി? UDFന്റെ വോട്ടാണോ അത്? അദ്ദേഹത്തിന് കറകളഞ്ഞ LDF വോട്ടല്ലേ കിട്ടീന്. MV ഗോവിന്ദൻ മാഷക്ക് ഒരു UDF വോട്ടും കിട്ടില്ല. LDFന്റെ വോട്ടല്ലേ കിട്ടി. 92,000 വോട്ട് കിട്ടിയിട്ടില്ലേ? ആ വോട്ട് ഇന്ന് എത്രയായി ചുരുങ്ങി? അവിടെയല്ലേ കാണേണ്ടത്. അത് 78,000 ചുരുങ്ങിയില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് പറയുന്നത് പരാജയത്തിൽ നിന്ന് ജാള്യത മറച്ചു വെക്കാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ മണ്ഡലത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ ആ സർവേയെ കുറിച്ച് താങ്കൾക്ക് ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സർവേയുടെ കാര്യം പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു സർവേ ഒന്നും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ അവിടെ തദ്ദേശ സ്വയംഭരണ അങ്ങനെ ഒരു സർവേ അദ്ദേഹം നടത്തിയ രഹസ്യം എനിക്കറിയില്ല. പാർട്ടിയിൽ അങ്ങനെ ഒരു സർവേ ഒന്നും നടത്തിയിട്ടില്ല. അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ 13,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്കുണ്ട്.
അതുകൊണ്ട് പലർക്കും നടക്കാതൊക്കെ ഉണ്ട്. എന്നാലും അതിലേറെ ഭൂരിപക്ഷം വരും. 22,000 വോട്ട് ഇദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ സ്ഥാനത്താണ് തളിപ്പുറം മണ്ഡലത്തിൽ ഈ ജനവിധി ഉണ്ടായിട്ടുള്ളത്. മാഷ് എങ്ങനെയാണ് പറയുന്നത് ആന്തൂരിൽ എങ്ങനെ 8,000 ചില്ലറ വോട്ടായി ചുരുങ്ങിയത്? അത് അദ്ദേഹം മറുപടി പറയണ്ടേ. പരിയാരത്ത് എങ്ങനെയാണ് 1,700 വോട്ട് ഭൂരിപക്ഷം കിട്ടിയത്? ഇതുവരെയുള്ള പരിയാരം പഞ്ചായത്ത് പാർട്ടിന്റെ നേതൃത്വം ഇപ്പോഴും പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തല്ലേ. കുറുമാത്തൂർ പഞ്ചായത്ത്, മാഷ് മറുപടി പറയട്ടെ. കുറുമാത്തൂർ പഞ്ചായത്ത് 2,700 വോട്ടിന്റെ ഭൂരിപക്ഷം എനിക്ക് കിട്ടിയല്ലോ. കുറുമാത്തൂർ പഞ്ചായത്ത് പാർട്ടിന്റെ പഞ്ചായത്തല്ലേ. മലപ്പട്ടം പഞ്ചായത്ത് ഇവർ വലിയ മലപ്പട്ടം പാർട്ടിയുടെ ഏറ്റവും വലിയ ഡെൻസിറ്റി ഉള്ള സ്ഥലമാണ് മലപ്പട്ടം. എത്രയാ LDF ഉം UDF തമ്മിലുള്ള വ്യത്യാസം മാഷൊന്ന് പരിശോധിക്കട്ടെ. 600 വോട്ടാണ്. 600 വോട്ട്. മയ്യിൽ പഞ്ചായത്ത് 21 വാർഡുള്ള മയ്യിൽ പഞ്ചായത്ത് വറാക്കലിന്റെയും അതുപോലെ തന്നെ കണ്ടക്കയുടെയും കേരളത്തിന്റെയും സമരപാരമ്പര്യമുള്ള മയ്യിൽ പഞ്ചായത്തിൽ അതായത് എനിക്ക് LDF സ്ഥാനാർത്ഥിയും എനിക്കും തമ്മിലുള്ള വ്യത്യാസം കേവലം 700 വോട്ടാണ്. അത് മാഷൊന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് പറയട്ടെ അത് ജയിക്കുമെന്ന് കരുതിയിരുന്നു. കുടുംബസമേതമാണ് ടി കെ ഗോവിന്ദൻ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിയത്. ആ ദിവസവും രാഷ്ട്രീയ വിമർശനങ്ങൾ അദ്ദേഹം തുടരുകയുമാണ്.